പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏപ്രിൽ 9 ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ഏപ്രിൽ 1 ആണ്. റെക്കോർഡ് ചെയ്യുന്ന ഏപ്രിൽ 1-നാണ്. ഫലത്തിൽ പ്രചരണം തന്നെ 5-6 ദിവസം കഴിയുമ്പോൾ അവസാനിക്കും. 9 കേരളത്തിലെ കോടിക്കണക്കിന് ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് മാർച്ച് ചെയ്യാൻ പോകും. അപ്പോൾ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാ മുന്നണികളും അവരുടെ പ്രചരണ തന്ത്രങ്ങൾ രാഗി മിനുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാവരും ഈ പറഞ്ഞ പോലെ ആശങ്കയുടെ മുൾമുനയിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഒരു കാര്യം ഉറപ്പാണ്, ഈ തെരഞ്ഞെടുപ്പ് യഥാർത്ഥത്തിൽ തീരുമാനിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയത്തിന്മേലായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ആ വിഷയം മാത്രമല്ല, പക്ഷേ തെരഞ്ഞെടുപ്പ് തീരുമാനിക്കപ്പെടാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ആ വിഷയം സംബന്ധിച്ചിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായിട്ട് ചർച്ച ചെയ്യാം. സുഹൃത്തുക്കളെ, ഏതാണ്ട് ഇതേ വിഷയത്തിൽ തന്നെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും വിധിയെഴുത്തുണ്ടായത് എന്ന് നമ്മൾ ഓർക്കണം. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കും എന്ന് ആർക്കും ഒരു തോന്നലുണ്ടായിരുന്നില്ല. കാരണം 50% UDFിൻ്റെ കോൺഗ്രസിൻ്റെ ബൂത്തുകൾ നിർജ്ജീവമായിരുന്നു. കോൺഗ്രസ്സുകാർ തമ്മിലടിയായിരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി രാഷ്ട്രീയ വിഷയങ്ങളെ എടുത്തുയർത്തി ജനങ്ങളെ സംഘടിപ്പിക്കാൻ കോൺഗ്രസിനും UDFിനും കഴിഞ്ഞിരുന്നില്ല. 2015-ലും 20-ലും LDFിനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷം. 10 വർഷമായി LDF അധികാരത്തിൽ തുടരുകയായിരുന്നു. 10,000-കണക്കിന് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സംസ്ഥാന തലത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലും നടന്നു കഴിഞ്ഞിരുന്നു. എന്ന് മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 2 വർഷം മുമ്പ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് ഏതാണ്ട് ഒരു 25,000 കോടി രൂപയുടെ ആനുകൂല്യങ്ങളാണ് വിവിധ ജനവിഭാഗങ്ങൾക്ക് പ്രഖ്യാപിച്ചത്. അങ്ങനെയാണ് അവർ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. 2020-ലെ വമ്പിച്ച ഭൂരിപക്ഷത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് 2025 തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത്. LDFിനെ സംബന്ധിച്ചിടത്തോളം തികഞ്ഞ ആത്മവിശ്വാസമായിരുന്നു. ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നതിനേക്കാൾ ആത്മവിശ്വാസം വന്നവർക്കുണ്ടായി. UDF ആകട്ടെ ഒട്ടും ആത്മവിശ്വാസത്തോടു കൂടിയല്ല അവർ ആ തെരഞ്ഞെടുപ്പിന് പോയത്. ആ തെരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുമെന്ന് അവർക്ക് ഒരു ഉറപ്പും ഉണ്ടായിരുന്നില്ല. ഒരു പരമാവധി ഒരു 10-40 അല്ലെ പരമാവധി 45% കിട്ടിയാലായി എന്ന് പറഞ്ഞാണ് UDF ആ തെരഞ്ഞെടുപ്പിലേക്ക് പോയത്. പക്ഷേ ആ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് എന്തായിരുന്നു സുഹൃത്തുക്കൾ? എല്ലാ തട്ടുകളിലും, കോർപ്പറേഷനിലായിക്കൊള്ളട്ടെ, ജില്ലാ പഞ്ചായത്തിലായിക്കൊള്ളട്ടെ, മുനിസിപ്പാലിറ്റിയിലായിക്കൊള്ളട്ടെ, ബ്ലോക്കിലായിക്കോട്ടെ, പഞ്ചായത്തിലായിക്കോട്ടെ, അതിൽ ജില്ലാ പഞ്ചായത്തിൽ 50% എന്നുള്ളത് മാറ്റിവെച്ചാൽ ബാക്കി എല്ലാ തട്ടുകളിലും UDFിന് കൃത്യമായ ഭൂരിപക്ഷത്തിൻ്റെ ഒരു ഫലമാണ് ആ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. യഥാർത്ഥത്തിൽ UDFിൻ്റെ നേതാക്കൾ പോലും അത്ഭുതപ്പെട്ടു പോകുന്ന, അവരെ പോലും ഞെട്ടിച്ച ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലുണ്ടായത് എന്ന് നമുക്ക് കാണാം. നമുക്കറിയാം, പഞ്ചായത്തുകൾ ഏതാണ്ട് 10,000 പഞ്ചായത്തുകളുള്ള ഏതാണ്ട് 65% പഞ്ചായത്തുകളിൽ അവർ ജയിച്ചു. അവർക്ക് മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്കിലും അവർക്ക് നല്ല വ്യക്തമായിട്ടുള്ള ഭൂരിപക്ഷം കിട്ടി. ജില്ലാ പഞ്ചായത്തിൽ പോലും 2020-ലെ തെരഞ്ഞെടുപ്പിൽ 2 ജില്ലാ പഞ്ചായത്തായിരുന്നുവെങ്കിൽ ഇപ്പോൾ 7 ജില്ലാ പഞ്ചായത്തുകൾ അവർ ജയിച്ചു. കോർപ്പറേഷനുകൾ 6 ഉള്ളതിൽ 4 മരിച്ചു. അപ്പോൾ സമഗ്രമായിട്ടുള്ളൊരു വിജയം അവർക്ക് അവിടെ ഉണ്ടായി. അപ്പോൾ അത് UDFിൻ്റെ നേതാക്കന്മാരെ തന്നെ അത്ഭുതപ്പെടുത്തി എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചു. സുഹൃത്തുക്കളെ, ഒരു സംശയവും വേണ്ട, ആ തെരഞ്ഞെടുപ്പിൽ UDFിന് ഈ വമ്പൻ വിജയം ലഭിച്ചുവെങ്കിൽ അതിൻ്റെ സുപ്രധാന കാരണം എന്ന് പറയുന്നത് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഹിന്ദു സമുദായത്തിൻ്റെ മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ CPMൻ്റെ നേതൃത്വത്തിൽ നടന്ന ആ പെരുംകൊള്ളയായിരുന്നു. ഒരൊറ്റ വിഷയമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. മറ്റു വിഷയങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമുണ്ടായി. നമുക്കറിയാം, 2025 ഓഗസ്റ്റ് സെപ്റ്റംബറിലോ മറ്റോ ആണ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഈ ശബരിമലയിൽ നടന്ന പെരുങ്കൊള്ള നമ്മുടെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നു. അവിടെ 998-ൽ UB ഗ്രൂപ്പ്, മല്ലയ്യയുടെ UB ഗ്രൂപ്പ് 1998-ൽ അവിടുത്തെ ശ്രീകോവിൽ ഏതാണ്ട് 30 ചില്ലുവാനം കിലോ സ്വർണം പൊതിയുകയുണ്ടായി. ശ്രീകോവിലിനും ദ്വാരപാലക ശില്പങ്ങൾക്കും കട്ടിളപ്പാളിക്കും. അതിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ സ്വർണം കട്ടുകൊണ്ടുപോവുകയും ആ സ്വർണം
ചെമ്പാണെന്ന് മാറ്റി കട്ടുകൊണ്ടുപോവുകയും ചെയ്ത ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വം CPM നേതൃത്വത്തിലുള്ളതായിരുന്നു. അതുകൊണ്ട് 2019-2025 കാലഘട്ടത്തിലാണ് ഈ കള്ളത്തരം മുഴുവൻ നടന്നത്. ആ സമയത്തെല്ലാം അവിടെ ദേവസ്വം ബോർഡിൽ ഭരിച്ചിരുന്നത് A. പത്മകുമാർ, N. വാസു, PS. പ്രശാന്ത്, ഇവരുടെ 3 പേരുടെയും നേതൃത്വത്തിലുള്ള CPM നിയമിച്ച ദേവസ്വം ബോർഡായി. അതിൽ 15/7/2019 സ്വർണം ചെമ്പാക്കി മാറ്റി സ്വർണം പൂശാൻ വേണ്ടി കൊടുത്തുവിട്ട A. പത്മകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ തുടക്കമിട്ടത്. അതിനെ തുടർന്ന് SITയുടെ അന്വേഷണത്തെ തുടർന്ന് പത്മകുമാർ, N. വാസുവിനെ പോലുള്ളവരൊക്കെ ജയിലിൽ പോയി നിന്ന ആ കൊള്ള, ശബരിമല പെരുങ്കൊള്ള കേരളം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. സ്വാഭാവികമായ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്ത വിഷയം ശബരിമല പെരുങ്കൊള്ളയായിരുന്നു. സ്വർണം കെട്ടത് ആരപ്പ, സഖാക്കളാണ് അയ്യപ്പ എന്ന് പറയുന്ന ആ ഈരടികൾ നഴ്സറി പിള്ളേർ പോലും പാടുന്ന ഒരു അവസരമായിരുന്നു അന്ന്, അവസ്ഥയായിരുന്നു അന്നുണ്ടായത്. അപ്പം ആ തെരഞ്ഞെടുപ്പ് UDF പോലും ഞെട്ടിച്ചുകൊണ്ട് UDF അനുകൂലമായി തീരുമാനിക്കപ്പെട്ടതിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ശബരിമല പെരുങ്കൊള്ളയും അതിൽ CPM നേതാക്കന്മാർക്കും CPM എന്ന് പറഞ്ഞ പാർട്ടിക്കുമുള്ള പങ്കും ആയിരുന്നു. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 2026 ഏപ്രിൽ 9 നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് UDF അനുകൂലമാക്കാൻ പോകുന്ന ഏറ്റവും നിർണായകമായിട്ടുള്ള, ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് വിഷയം എന്ന് പറയുന്നത് വീണ്ടും ശബരിമല പെരുങ്കൊള്ള തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം നമുക്കറിയാം 2019 യുവതി പ്രവേശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ വന്ന LDF വലിയ ജനവിധി ഉണ്ടായി. പക്ഷെ ഞാൻ പറയുന്നു, അന്നുണ്ടായ ആ ജനവിധിയേക്കാൾ അതൊരു ആചാര ലംഘനവുമായി ബന്ധപ്പെട്ടായിരുന്നു ആ ജനവിധി ഉണ്ടായതെങ്കിൽ നമുക്കറിയാം ആ ജനവിധി തന്നെ അന്ന് ഒരു സീറ്റിലാണ് CPM ജയിച്ചത്. 19 സീറ്റും അന്ന് UDF ആണ് ജയിച്ചത്. അന്ന് ആചാര ലംഘനം നടന്ന സമയത്ത് പോലും CPM ഒരു സീറ്റിലേക്ക് ഒതുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഹിന്ദു സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മഹാക്ഷേത്രമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് സ്വർണം കട്ടുകൊണ്ടുപോയത് CPM നേതാക്കളാണെന്നുള്ള വിഷയത്തിൽ ഇത്തവണ ഉണ്ടാകാൻ പോകുന്ന വിധിയെഴുത്ത് മാരകമായിട്ടുള്ള വിധിയെഴുത്തായിരിക്കും. അത് CPM അതിഗുരുതരമായി ബാധിക്കാൻ പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ഇപ്പം BJP പോലും, നമ്മളൊന്ന് ആലോചിച്ചോളൂ, ഞാനത് വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്, BJP പോലും ഈ സ്വർണ്ണക്കൊള്ള ഒരു വിഷയമാക്കി മാറ്റാത്ത എന്താ സുഹൃത്തുക്കളെ? കാരണം BJPക്ക് അറിയാം സ്വർണ്ണക്കൊള്ള വിഷയമാക്കിയാൽ അതിന് ഗുണം UDF കൊണ്ടുപോകുന്നു. കാരണം 2019 യുവതി പ്രവേശത്തിൽ ഏറ്റവും വലിയ സമരം നടത്തിയത് BJP ആണ്. പക്ഷേ അതിൻ്റെ നേട്ടം മുഴുവൻ ഉണ്ടായത് UDF. ഇവിടെ സ്വർണ്ണക്കൊള്ളയും വലിയ വിഷയമാക്കിയാൽ അതിൻ്റെ ഗുണം UDF ഉണ്ടാകുന്നതുകൊണ്ട് BJPയും അതിനെക്കുറിച്ചിട്ട് മിണ്ടുന്നില്ല. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വലിയ കാര്യമായി ചർച്ചാ വിഷയമാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സമാധാനിച്ചിരിക്കുകയായിരുന്നു LDF. പക്ഷേ കോൺഗ്രസിൻ്റെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചതോടുകൂടി അദ്ദേഹം ഒരൊറ്റ അടിക്ക് ഈ വിഷയം ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയില്ലേ സുഹൃത്തുക്കളെ? അദ്ദേഹം വന്ന് ചോദിച്ച ചോദ്യം എന്താ? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ക്ഷേത്രം, ദേവാലയങ്ങൾ, അതിനെക്കുറിച്ചിട്ടൊക്കെയാണല്ലോ മണിക്കൂറുകളോളം മോദി വാചാലനാകുന്നു. പക്ഷേ ആ മോദി കേരളത്തിൽ വന്ന് പ്രസംഗിച്ചപ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങളിൽ പ്രസംഗിച്ചപ്പോൾ ശബരിമല കൊള്ളയെക്കുറിച്ചിട്ട് ഒരു വാക്കുപോലും എന്തുകൊണ്ട് പറഞ്ഞില്ല എന്നുള്ള രാഹുൽ ഗാന്ധിയുടെ ആ പ്രസംഗത്തിലെ ആ ചാട്ടുള്ളി പോലുള്ള ഉപയോഗം യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തെ ആകെ തലകീഴ്മേലായി മറിച്ചു കളഞ്ഞു എന്ന് നമ്മൾ കാണുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞു, നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വാചാലനാവും. ക്ഷേത്രം ഏത് കണ്ടു കഴിഞ്ഞാൽ അവിടെ ഇറങ്ങി തൊഴുതിട്ടേ അദ്ദേഹം പോവുകയുള്ളൂ. അദ്ദേഹം എന്തേ ശബരിമല പെരുങ്കൊള്ളയെക്കുറിച്ച് അറിഞ്ഞില്ലേ? രാഹുൽ ഗാന്ധി ചോദിച്ചു. അദ്ദേഹത്തിന് ഇങ്ങനൊരു സംഭവം അറിഞ്ഞില്ലേ? അയ്യപ്പൻ്റെ സ്വർണം CPM-കാർ കട്ടുകൊണ്ട് പോയത് BJP-കാർ അറിഞ്ഞില്ലേ? മോദി അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലൂടെ ശബരിമല വിഷയം വീണ്ടും പ്രചരണത്തിൻ്റെ പ്രഭവ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. സ്വർണം കട്ടത് ആരപ്പ എന്നുള്ള പാട്ട് ആ ഈരടികൾ കൂടി അദ്ദേഹം പാടിയതോടുകൂടി പ്രചരണം വീണ്ടും പരിപൂർണമായി ശബരിമല കൊള്ളയിലേക്ക് മാറിയിരിക്കുകയാണ്. അത് CPM-ൻ്റെ തകർച്ചയുടെ തുടക്കമാണ് എന്ന് നമ്മൾ കാണണം. പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഉണ്ടായതിനേക്കാൾ
അതിരൂക്ഷമായി ഈ തെരഞ്ഞെടുപ്പിൽ ഈ ശബരിമല കൊള്ള CPM-നെ ബാധിക്കാൻ പോവുകയാണ്. നമുക്കറിയാമല്ലോ, ആ ശബരിമല കൊള്ളയിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ച A. പത്മകുമാർ, അയാൾ 3 മാസം ജയിലിൽ കിടന്നപ്പോൾ അയാൾക്കെതിരെ നടപടി എടുത്തില്ല. അതിനുശേഷം അയാൾ പുറത്തു വന്നപ്പോഴും അയാൾക്കെതിരെ നടപടിയില്ല. ശബരിമല പെരുങ്കൊള്ളയിൽ പ്രഥമ ദൃഷ്ട്യാ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് ഒന്നിലധികം കോടതികൾ പറഞ്ഞതാണ് A. പത്മകുമാറിനെ കുറിച്ച്. അയാൾക്കെതിരെ ഇതുവരെ നടപടിയില്ല. അയാളിപ്പോഴും പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായി തുടരുകയാണ്. ആ തുടരുന്ന സമയത്താണ് ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിച്ച വിഷയം പുറത്തു കൊണ്ടുവന്ന കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം V. കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയത്. അപ്പോൾ ഇതെല്ലാം കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സമുദായം ഇതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. A. പത്മകുമാറിനെതിരെ നടപടിയില്ല. ധനരാജ് ധനരാജ് ഫണ്ട് തട്ടിപ്പ് നടത്തിയ ആളെ സംരക്ഷിച്ച് അയാളെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കും. അങ്ങനെ ആക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹിന്ദു സമുദായത്തിൻ്റെ ആരാധനാലയമായിട്ടുള്ള ശബരിമലയിൽ നിന്ന് കോടികൾ വിലമതിക്കുന്ന സ്വർണം കട്ടുകൊണ്ടുപോയവരെ CPM സംരക്ഷിച്ച് നിർത്തുന്നു എന്നുള്ളത് കേരളത്തിലെ ഹിന്ദു സമുദായത്തിൻ്റെ മനസ്സിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന ഒരു വിഷയമാണെന്ന് തെരഞ്ഞെടുപ്പ് തെളിയിക്കാൻ പോവുകയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും അന്തിമ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം ആ ദിശയിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി രാഹുൽ ഗാന്ധി എടുക്കുകയും കൂടെ ചെയ്തതോടുകൂടി CPM-ന്റെ ഫേറ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാസ് ബീൻ ഓൾമോസ്റ്റ് സീൽഡ് എന്ന് നമുക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഒരാഴ്ച മുമ്പ് ഇനി ശേഷം നടക്കാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലെ ഏറ്റവും സുപ്രധാനവും നിർണായകവുമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് വിഷയമായി ശബരിമല പെരുങ്കൊള്ളയും അതിൽ CPM-കാർക്കുള്ള പങ്കും ചർച്ചാ വിഷയമായിരിക്കുന്നു എന്നുള്ളത് LDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദോഷകരവും UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരവുമായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.